ആദിമ മനുഷ്യ സംസ്കാരം ഉടലെടുത്തത് നദികളെ കേന്ദ്രീകരിച്ചാണല്ലോ. ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും പിറക്കുവാനും തളിർക്കുവാനും ഇടം നൽകുന്ന ഭൂമി യഥാർത്ഥത്തിൽ അമ്മയാണ്. നമ്മുടെയെല്ലാം ജനനത്തിനു കാരണക്കാരിയായ പെറ്റമ്മയേക്കാളും ഹൃദയം കൊണ്ടും കർമ്മം കൊണ്ടും സ്ഥാനം നൽകേണ്ടുന്ന അമ്മ. ആ അമ്മയുടെ മുലപ്പാലിന് തുല്യമാകുന്നു ഈ മണ്ണിലൊഴുകുന്ന ഓരോ നീരുറവയും. ആ അമൃതപ്രവാഹത്തിൽ പോഷിച്ചും പരിപാലിക്കപ്പെട്ടും പുഷ്ടി പ്രാപിച്ചതാകുന്നു ഈ ഭൂമിയിൽ നിലവിൽ വന്ന ഓരോ സംസ്കാരവും. ഭാരതീയ സംസ്കാരത്തിലാകട്ടെ നദികൾക്ക് നൽകുന്ന പ്രാധാന്യം അതുല്യവുമാണ്. വാഴുവാനിടം നൽകുന്ന പ്രകൃതിയെ ഈശ്വരിയായി കണ്ട് ആരാധിക്കുന്ന ഒരു സംസ്കൃതി ആ പ്രകൃതിക്ക് ചൈതന്യവും ജീവസും നൽകുന്ന നദികൾക്കും നൽകുന്ന പ്രാധാന്യം ഊഹിക്കാവുന്നതായിരിക്കും. സർവചരാചരങ്ങളെയും തൻ്റെ സ്പർശത്താൽ അനുഗ്രഹിക്കുന്ന ഓരോ നദിയും നമുക്ക് ദേവിയാണ്. ഈ പ്രകൃതിയിലെ ഓരോ സ്പന്ദനവും ഓരോ മാറ്റവും ഒരിക്കലും ദ്രുതഗതിയിലല്ല നടക്കുക. കാലചക്രത്തിൻ്റെ ഗതി പോലെ തന്നെ സാവധാനം സമയമെടുത്താണ് പ്രകൃതീശ്വരിയുടെ ഓരോ ചലനവും. അതുകൊണ്ട് തന്നെ പ്രകൃതിയോടിണങ്ങുന്നവർക്ക്, അവളെ ഉൾക്കൊള്ളുന്നവർക്ക് ആദ്യം ലഭിക്കുന്ന ഗുണവും ക്ഷമയാണ്. മനസ്സിൻ്റെ ഓരോ കോണിലും നിറയുന്ന അനിതര സാധാരണമായ ശാന്തിയും സമാധാനവും പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുന്നവർക്ക് അവൾ വാരിക്കോരി തന്നിരിക്കും. സനാതനധർമ്മത്തിൻ്റെ ഒരിക്കലും തകരാത്ത നിലനിൽപ്പിൻ്റെ രഹസ്യവും ഇതൊക്കെ തന്നെ. സർവചരാചരങ്ങളിലും ഈശ്വരനെ കാണുവാനും സർവകർമ്മങ്ങളും ഈശ്വരനുമായി ബന്ധിപ്പിക്കുവാനും ഓരോ നിമിഷവും ഈശ്വരന് സമർപ്പിക്കുവാനും പാകത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ജീവിതചര്യകൾ ഒരു മനുഷ്യനെ ഉന്നതിയിലെത്തിക്കും എന്നതിലും മനുഷ്യകുലത്തെ കാലത്തിൻ്റെ പ്രഹരങ്ങളിൽ നിന്നും ഉരുക്കുകോട്ട പോലെ സംരക്ഷിച്ചു നിർത്തും എന്നതിലും യാതൊരു തർക്കവുമില്ല. പുരാണങ്ങളനുസരിച്ച് ലോകനന്മയ്ക്കായി ഭൂമിയിൽ അവതരിച്ച ദേവാംശങ്ങളാകുന്നു നമ്മുടെ മണ്ണിലൂടെ ഒഴുകുന്ന മിക്ക നദികളും. സൂര്യവംശ രാജാവായ ഭഗീരഥന്റെ പ്രയത്നം മൂലം ദേവി ഗംഗ ഭൂമിയിൽ അവതരിച്ച ചരിത്രം ഏറെ വിഖ്യാതമാണല്ലോ. പാപനാശിനിയായ ഗംഗയെപ്പോലെ മറ്റൊരു പുണ്യനദിയാകുന്നു ഗോദാവരി. പശ്ചിമഘട്ടത്തിലെ ത്രയംബകേശ്വറിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗോദാവരി ദക്ഷിണ ഗംഗ അല്ലെങ്കിൽ വൃദ്ധഗംഗ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഗോദാവരിയുടെ ഭൂമിയിലെ പിറവിക്ക് കാരണക്കാരനായത് സാക്ഷാൽ ഗൗതമ മഹർഷിയും. അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഇങ്ങനെ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി മലനിരകൾ. അവിടെയായിരുന്നു അന്ന് ഗൗതമ മഹർഷിയും ഭാര്യ അഹല്യയും താമസിച്ചിരുന്നത്. പ്രകൃതീശ്വരിയാൽ അനുഗ്രഹിക്കപ്പെട്ട പശ്ചിമഘട്ടത്തിൻ്റെ സ്വാഭാവിക സമൃദ്ധിയും ഒപ്പം ഒരു താപസന്റെ സാന്നിധ്യവും കൂടി ബ്രഹ്മഗിരി മലനിരകളെ സ്വർഗതുല്യമാക്കി മാറ്റിയിരുന്നു. ശാന്തിയും സമൃദ്ധിയും ദൈവികതയും ഒത്തുചേർന്ന ആ അന്തരീക്ഷത്തിലേക്ക് ഒരു ദിവസം ഏതാനും മഹർഷിമാർ വന്നു ചേർന്നു. പർണശാലകൾ കെട്ടി താപസ ജീവിതം അനുഷ്ഠിക്കുവാൻ സ്വസ്ഥമായതും പറ്റിയ ഒരിടവും അന്വേഷിച്ചായിരുന്നു അവർ നാളുകളായി അലഞ്ഞുകൊണ്ടിരുന്നത്. ഒടുവിൽ അവർ എത്തിച്ചേർന്നത് ഗൗതമ മഹർഷിയുടെ ആശ്രമ പരിസരത്തും. സ്വർഗതുല്യമായ അന്തരീക്ഷം കണ്ടപ്പോൾ തന്നെ ഇത്രകാലം അവർ തേടി നടന്നിരുന്ന സ്ഥലമായിരുന്നു അതെന്ന് ബോധ്യമായി. ഇതുതന്നെയാണ് നമുക്ക് താമസിക്കുവാൻ പറ്റിയ സ്ഥലം. മഹർഷിമാർ ഏകകണ്ഠമായി തന്നെ അത് അംഗീകരിച്ചു. വന്നുചേർന്ന ആ മഹർഷിമാർ ആശ്രമങ്ങൾ കെട്ടി ആ പൂങ്കാവനത്തിൽ സ്വസ്ഥമായ താപസ ജീവിതം ആരംഭിക്കുന്നു. ഗൗതമ മഹർഷിയുടെ തപോബലത്തിലും അറിവിലും സിദ്ധികളിലും അവർക്ക് പലപ്പോഴും അത്ഭുതമുണ്ടായി, ചിലപ്പോഴെല്ലാം അസൂയയും. എന്നാൽ മഹർഷിയാകട്ടെ താൻ നേടിയെടുത്ത അറിവുകൾ തൻ്റെ സഹവാസികൾക്ക് വഴികാട്ടുവാനും സഹായകമായും നൽകുവാൻ യാതൊരു മടിയും കാണിച്ചിരുന്നുമില്ല. കാലം കടന്നുപോകവേ ആ തപോവനത്തിൽ ഒരു വിപത്ത് വന്നു ചേർന്നു. കഠിനമായ വരൾച്ച. ആ ഭൂമിയിൽ മഴ പെയ്തിട്ട് നാളുകളായി. വൃക്ഷലതാദികൾ ഉണങ്ങി. ഭക്ഷണ ജലദൗർലഭ്യത്താൽ മനുഷ്യരും കന്നുകാലികളും ഒരേപോലെ വലഞ്ഞു. പച്ചപ്പിനാലും സമൃദ്ധിയാലും അനുഗ്രഹിക്കപ്പെട്ടിരുന്ന ആ പുണ്യഭൂമി മരുഭൂമി സമാനമായി. മഴ പെയ്യാതെയായി 12 വർഷങ്ങൾ കടന്നുപോയിരുന്നു. സന്യാസിമാർ ചിന്താധീനരായി കാണപ്പെട്ടു. ആ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുവാൻ ഗൗതമ മഹർഷിയെ കൊണ്ടാകുമായിരുന്നില്ല. അല്ലെങ്കിലും ഋഷിമാരെല്ലായ്പ്പോഴും സ്വന്തം സൗഖ്യത്തെക്കാൾ മറ്റുള്ളവരുടെ സൗഖ്യത്തിന് അല്ലെങ്കിൽ ലോക നന്മയ്ക്കാണല്ലോ പ്രാധാന്യം നൽകുക. ഒട്ടും അമാന്തിച്ചില്ല. മഹർഷി തപസ്സിനായി പുറപ്പെട്ടു. ജലത്തിൻ്റെ ദേവനായ വരുണദേവനെ പ്രത്യക്ഷപ്പെടുത്തുവാൻ അതികഠിനമായ തപസ് ആരംഭിക്കുകയും ചെയ്തു. തപസ്സിൻ്റെ പരിസമാപ്തിയിൽ മഹർഷിക്ക് മുൻപിൽ വരുണദേവൻ പ്രത്യക്ഷപ്പെടുന്നു. നിന്നിൽ ഞാൻ പ്രസന്നനാണ്. പറയൂ ഗൗതമ,
നിനക്കെന്താണ് വേണ്ടത്? മഹർഷി ഭക്തിയാലും സന്തോഷത്താലും ദേവനെ തൊഴുതു. അല്ലയോ വരുണദേവ, ഞങ്ങളുടെ തപോവനം ശാപം പിടിപെട്ട പോലെ മരുഭൂമി സമാനമായിരിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ ആ പുണ്യഭൂമിയെ നിർമ്മലമാക്കി തീർക്കണമേ. എല്ലാ കാലത്തും ആ ഭൂമി ജലത്താൽ അനുഗ്രഹിക്കപ്പെടണമേ. ആ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹമായി വരുണദേവൻ മഹർഷിയുടെ ആശ്രമത്തിൽ ഒരിക്കലും വറ്റാത്ത ഒരു കിണർ ദാനം ചെയ്യുന്നു. ഈ കിണറിലെ ജലസാന്നിധ്യം ഒരു കാലത്തും അപ്രത്യക്ഷമാകില്ല. ഒരിക്കലും നിലയ്ക്കാത്ത ഉറവ നിന്റെ ആശ്രമഭൂമിയെ എല്ലാ കാലവും പുഷ്ടിപ്പെടുത്തും ഗൗതമ. വരുണഭഗവാന്റെ ആശീർവാദത്താൽ രൂപപ്പെട്ട ആ കിണർ തനിക്കും തൻ്റെ പരിസരവാസികൾക്കും ഒരു പുതുജീവൻ നൽകിയതിൽ ഗൗതമ മഹർഷി ഭഗവാനെ സ്തുതിച്ചു. വരുണദേവൻ മഹർഷിയെ ആശീർവദിച്ച ശേഷം അവിടെ നിന്നും മറയുന്നു. ദിവസങ്ങൾ കൊണ്ട് ഗൗതമ മഹർഷിയുടെ ആശ്രമ പരിസരം വൃക്ഷലതാദികളാൽ സമ്പുഷ്ടമായി. ധാന്യങ്ങളും ഫലങ്ങളും പുഷ്പങ്ങളും വേണ്ടതിലധികം അവർക്ക് ലഭിക്കുന്നു. മഹർഷി പരിസരവാസികളോട് ജലത്തിനായി ആ കിണർ ഉപയോഗിച്ചു കൊള്ളുവാനും പറഞ്ഞു. വരുണദേവൻ സമ്മാനിച്ച കിണറിൽ നിന്നും ജലമെടുത്ത് ആ പരിസരവാസികൾ ക്ഷാമം തീർത്തു. ഗൗതമന്റെ ആശ്രമ പരിസരം ഒഴിച്ച് ചുറ്റുപാടുകളെല്ലാം അപ്പോഴും മരുഭൂമി സമാനം തന്നെ. മഹർഷി ആ കിണർ യഥേഷ്ടം തൻ്റെ അയൽവാസികൾക്ക് ഉപയോഗിക്കുവാൻ കൊടുത്തുവെങ്കിലും അവരുടെ ഉള്ളിലെ അസൂയ മൂലമാകാം അവർക്ക് സസ്യസമ്പുഷ്ടി ഉണ്ടാകുന്നില്ല. അതിലും അവർ അസ്വസ്ഥരായി തീർന്നു. മറ്റുള്ളവരുടെ ആ അവസ്ഥ ഗൗതമ മഹർഷിയും ഭാര്യയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടേതുപോലെ ഒരു സമ്പുഷ്ടി മറ്റാർക്കും ഉണ്ടാകുന്നില്ല എന്നു മനസ്സിലാക്കി മഹർഷിയും ഭാര്യയും അവരെ സഹായിക്കുവാൻ തീരുമാനിച്ചു. അവർക്കെല്ലാമുള്ള ഭക്ഷണം മഹർഷി ഗൗതമന്റെ ആശ്രമത്തിൽ ഒരുങ്ങി. തികഞ്ഞ ഉദാരമതിയും വിശാല മനസ്കനുമായിരുന്നു മഹർഷി. അദ്ദേഹം എല്ലാവരെയും വിളിച്ചു വരുത്തി സ്വീകരിച്ച് വേണ്ടുവോളം ഭക്ഷണം നൽകി. അഹല്യയും ആ കാര്യത്തിൽ ഒട്ടും പുറകിലായിരുന്നില്ല. എല്ലാവർക്കുമുള്ള ഭക്ഷണം പാകം ചെയ്യുവാനും നൽകുവാനും യാതൊരു മടിയും മഹർഷിയുടെ പത്നിയും കാട്ടിയില്ല. എന്നാൽ മറ്റുള്ളവരുടെ ചിന്തകൾ പോയത് വേറെ വഴിക്കാണ്. മഹർഷി കാണിക്കുന്ന ഔദാര്യം മൂലം അദ്ദേഹത്തിന് കൂടുതൽ ഈശ്വരപ്രസാദം ഉണ്ടാകുമെന്ന് അവർ കരുതി. ആയതിനാൽ അതിനൊരു തടയിടുവാനായി അവർ വിഘ്നേശ്വരനെ പ്രസാദിപ്പിക്കുവാൻ തപസ് ചെയ്തു. അവരുടെ തപോഫലമായി ഗണപതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ മഹർഷിമാർ ആവശ്യപ്പെട്ടത് തങ്ങൾ നേരിടുന്ന വരൾച്ചയുടെ നിവാരണമായിരുന്നു. എല്ലാ കാലവും ഗൗതമ മഹർഷിയെ ആശ്രയിക്കുവാൻ തങ്ങളെക്കൊണ്ടാവില്ല എന്നും ആയതിനാൽ വിഘ്നേശ്വരനോട് ഇതിനൊരു പോംവഴി കാട്ടിത്തരണമെന്നും അവർ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന അംഗീകരിച്ചുകൊണ്ട് വിഘ്നേശ്വരൻ അതിനൊരു സാഹചര്യം ഒരുക്കുവാൻ തയ്യാറാവുകയാണ്. ഗണേശൻ ഒരു ബ്രാഹ്മണന്റെ രൂപം ധരിച്ചു. നേരെ പോകുന്നത് ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലേക്ക്. തൻ്റെ ആശ്രമത്തിലേക്ക് കടന്നുവരുന്ന ദിവ്യനായ ആ ബ്രാഹ്മണനെ കണ്ട് മഹർഷിക്ക് ഒരേ സമയം സന്തോഷവും ആശ്ചര്യവും തോന്നി. ഹൃദ്യമായി തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചു മഹർഷി ഗൗതമൻ. പാദങ്ങൾ സ്വന്തം കൈകളാൽ കഴുകി ആശ്രമത്തിലേക്ക് അതിഥിയെ സ്വീകരിച്ച് യഥാവിധി ബഹുമാനത്തോടെ ആസനസ്ഥനാക്കിയ ശേഷം അദ്ദേഹത്തിന് ഭക്ഷണവും വിശ്രമവും എല്ലാം നൽകി. കുറച്ചു ദിവസങ്ങൾ ബ്രാഹ്മണവേഷം ധരിച്ച ഗണപതി ഗൗതമന്റെ ആശ്രമത്തിൽ വസിച്ചു. അവിടെ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുന്ന ദിവസം ആ ബ്രാഹ്മണൻ ജഗദംബ എന്ന സ്വന്തം മാതാവിനെ സ്മരിച്ച് ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്: മാതേ, അവിടുത്തെ തോഴിയായ ജയയെ മൃതസമാനമായ ഒരു പശുവിൻ്റെ രൂപത്തിൽ ഈ ആശ്രമത്തിലേക്ക് പറഞ്ഞയക്കണമേ. ഈ ഒരു കർമ്മത്തിന് അവിടുത്തെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഗൗതമ മഹർഷിയുടെ ആശ്രമ പരിസരത്തേക്ക് ഒരു പശു വന്നു ചേർന്നു. അങ്ങേയറ്റം ക്ഷീണിതയും വൃദ്ധയുമായ മെലിഞ്ഞൊട്ടിയ ഒരു പശു. ആ പശു നേരെ വന്ന് മഹർഷി ആശ്രമത്തിൽ നട്ടുനനച്ചു വളർത്തിയ ധാന്യങ്ങൾ തിന്നു നശിപ്പിക്കുവാൻ ആരംഭിച്ചു. ഈ കാഴ്ച കണ്ടപ്പോൾ അഹല്യ പെട്ടെന്ന് തന്നെ മഹർഷിയെ വിളിച്ച് എന്തെങ്കിലും ചെയ്യൂ എന്നാവശ്യപ്പെടുന്നു. ഇല്ലെങ്കിൽ ആ വിളവ് മുഴുവൻ പശു തിന്നുമായിരുന്നു. ഒച്ചകേട്ട് സമീപവാസികളെല്ലാം അവിടെ വന്നു ചേർന്നു. മഹർഷി വേഗം തന്നെ 5-6 ദർഭപ്പുല്ലുകൾ പറിച്ചെടുത്ത് പശുവിനെ ഓടിക്കുവാൻ ആരംഭിച്ചു. ഒച്ചയെടുത്തിട്ടും ആംഗ്യം കാണിച്ചിട്ടുമൊന്നും പോകാതിരുന്ന പശുവിനെ മഹർഷി ആ പുല്ലുകൾ കൊണ്ട് വെറുതെ ഒന്നടിച്ചു. ഒറ്റ നിമിഷം ഒരലർച്ചയോടെ പശു താഴെ വീഴുന്നു. മഹർഷി നോക്കിയപ്പോൾ അത് ചത്തുപോയിരുന്നു. യഥാർത്ഥത്തിൽ മഹർഷി അമ്പരന്നുപോയി. ആ പശു ചാകാൻ മാത്രം അദ്ദേഹം ഒന്നും ചെയ്തില്ല. ദർഭപ്പുല്ലുകൊണ്ടടിച്ചാൽ പശു ചാകുമോ? അഹല്യയും ഞെട്ടിപ്പോയി. എന്നാൽ കണ്ടുനിന്നിരുന്ന പരിസരവാസികളായ മഹർഷിമാർ ഒച്ചയെടുക്കുവാൻ ആരംഭിച്ചു.
ഒരവസരം പാർത്തിരുന്ന അവർക്ക് മഹർഷിയെ കുറ്റപ്പെടുത്തുവാനുള്ള നല്ലൊരു സാഹചര്യമാണ് ഒത്തുവന്നിരിക്കുന്നത്. നോക്കൂ, ഗൗതമ മഹർഷി നിരപരാധിയായ ഒരു പശുവിനെ അടിച്ചു കൊന്നിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് മഹർഷി അപരാധം ചെയ്തിരിക്കുന്നു എന്ന് അവർ പരസ്പരം ഉറക്കെയും അടക്കം പറയുകയുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഗൗതമ മഹർഷി അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും കേൾക്കാൻ കൂടി അവർ കൂട്ടാക്കിയില്ല. ഒരപരാധിയെപ്പോലെ മുദ്ര കുത്തുവാൻ തുടങ്ങി. മഹാപാപി എന്നെല്ലാം അഭിസംബോധന ചെയ്യുവാനും ആരംഭിച്ചു. അദ്ദേഹത്തിനത് താങ്ങാനാകുമായിരുന്നില്ല. പശുവിൻ്റെ ശോചനീയാവസ്ഥയിലും മഹർഷിമാരുടെ കുറ്റപ്പെടുത്തലിലും ഗൗതമ മഹർഷി വല്ലാതെ വേദനിച്ചു. ഈ സമയത്ത് ബ്രാഹ്മണ രൂപത്തിലുള്ള ഗണപതി അദ്ദേഹത്തിൻ്റെ മുൻപിൽ വരുന്നു. ആ ധർമ്മസങ്കടത്തിന് ഒരു പരിഹാരവും മുൻപോട്ട് വച്ചു. പരമശിവനെ തപസ് ചെയ്യൂ, എന്നിട്ട് ദേവി ഗംഗയെ കൊണ്ടുവരൂ. അവളുടെ ദിവ്യമായ ഒരു സ്പർശനത്താൽ ഈ പശു ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അങ്ങേക്ക് പാപമോചനവും ഉണ്ടാകും. മഹർഷി ചിന്താധീനനായി. ഈ നടന്ന സംഭവങ്ങളിലെല്ലാം ഒരു അസ്വാഭാവികത മഹർഷി തിരിച്ചറിഞ്ഞു. ഇതിലെന്തോ ദൈവികമായൊരു ഇടപെടലുണ്ടെന്ന് മഹർഷി ഗൗതമന് തോന്നിത്തുടങ്ങി. ആ പശു മരണപ്പെടാൻ മാത്രം താൻ ഒന്നും ചെയ്തതുമില്ല. മഹാതാപസനായിരുന്ന അദ്ദേഹത്തിന് താൻ നേരിട്ട ആ അവസ്ഥയ്ക്ക് പിന്നിൽ എന്തോ ഒരു നിയോഗത്തിൻ്റെ സാധ്യത തിരിച്ചറിയുവാൻ തുടങ്ങി. എന്തുതന്നെയായാലും മഹാദേവനെ തപസ് ചെയ്യുവാൻ അദ്ദേഹം തീരുമാനമെടുത്തു. അദ്ദേഹം കഠിനമായ തപസ് ആരംഭിച്ചു. മഹർഷിയുടെ ഘോരമായ പ്രാർത്ഥനയ്ക്കൊടുവിൽ ശിവഭഗവാൻ അദ്ദേഹത്തിനു മുൻപിൽ പ്രത്യക്ഷനായി. മഹർഷി ഗൗതമൻ്റെ ആവശ്യം അറിഞ്ഞു തന്നെ മഹാദേവൻ ഗംഗയോടൊപ്പമാണ് പ്രത്യക്ഷപ്പെട്ടത്. ഗംഗയെ മഹർഷിയോടൊപ്പം പോകുവാൻ അദ്ദേഹം അനുവദിച്ചു. തൻ്റെ കമണ്ഡലുവിൽ പരമശിവന്റെ ആശീർവാദത്തോടൊപ്പം ഗംഗാദേവിയെ ആവാഹിച്ച് മഹർഷി ഗൗതമൻ തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചെത്തി. ഒരു കൈക്കുമ്പിൾ ജലമെടുത്ത് ജീവനറ്റുകിടന്ന പശുവിനുമേൽ അദ്ദേഹം തളിക്കുന്നു. സർവ്വപാപങ്ങളെയും സർവ്വദോഷങ്ങളെയും നശിപ്പിച്ചു കളയുന്ന ഗംഗാദേവിയുടെ സ്പർശനത്താൽ പശു ജീവനോടെ എഴുന്നേറ്റു. എൻ്റെ പാപങ്ങളിൽ നിന്നും എനിക്ക് മോചനം ലഭിച്ചിരിക്കുന്നു മഹാദേവ, അവിടത്തേക്ക് കോടി പ്രണാമം. മഹർഷിയുടെ ധർമ്മസങ്കടം നീങ്ങി അദ്ദേഹം മനഃശാന്തി കൈവരിച്ചു. എന്നാൽ തൻ്റെ കർത്തവ്യം അതുകൊണ്ട് തീർന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മഹർഷി ഗൗതമൻ കമണ്ഡലുവിലെ ഗംഗാദേവിയുമായി ബ്രഹ്മഗിരി മലനിരകളിലെ ത്രയംബക് എന്ന സ്ഥലത്തെത്തി. ഒരു പശുവിൻ്റെ ജീവനറ്റുപോയ ഗൗതമ മഹർഷിയുടെ ആശ്രമമുറ്റം ശുദ്ധീകരിക്കുവാൻ പരമശിവൻ തിരുജടയിൽ നിന്നും ഗംഗയെ ഒഴുക്കിയ പുണ്യഭൂമിയാകുന്നു ത്രയംബക്. മരുഭൂമി സമാനമായിരിക്കുന്ന ഭൂമിയെ നനയ്ക്കുവാൻ ഒഴുകേണ്ട ദിശ കണക്കാക്കി മഹർഷി ദേവിയെ അവിടെ സ്ഥാപിക്കുന്നു. ദേവി ഗംഗ അവിടെ നിന്നും താഴോട്ടൊഴുകുവാൻ ആരംഭിച്ചു. ഈ കാഴ്ചയെല്ലാം കണ്ട് ഗൗതമ മഹർഷിയുടെ പരിസരവാസികളായ മഹർഷിമാരെല്ലാം താഴെ നിൽപ്പുണ്ട്. മഹർഷിയുടെ തപശക്തിയിലും ഹൃദയശുദ്ധിയിലും അവർക്ക് മതിപ്പ് തോന്നി. ഒപ്പം തങ്ങളുടെ ഇടുങ്ങിയ മനസ്ഥിതിയിൽ കുറ്റബോധവും. മഹർഷി ഗൗതമനോടുള്ള അസൂയ മൂലം തങ്ങൾ കാട്ടിക്കൂട്ടിയ അല്പത്തരം അദ്ദേഹം ഇതാ ലോക നന്മയ്ക്കായി പരിവർത്തനപ്പെടുത്തിയിരിക്കുന്നു. അവർ മനസ്സുകൊണ്ട് മഹർഷിയെ നമിച്ചു. ഒപ്പം പശ്ചാത്താപ വിവശരായ ആ സന്യാസിമാർ പുണ്യനദിയായ ഗംഗയിൽ സ്നാനം ചെയ്ത് തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയുവാൻ ഒരുങ്ങി. ശ്രീപരമേശ്വരൻ്റെ ജടയിൽ നിന്നും ഗൗതമ മഹർഷിയുടെ പ്രാർത്ഥനയാൽ ഒരു പശുവിന് ജീവൻ ദാനം നൽകി ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നും ഒഴുകുവാൻ ആരംഭിച്ച ഗംഗ ഗോദാവരി എന്നറിയപ്പെടുവാൻ തുടങ്ങി. ഗോദാവരി എന്നാൽ പശുവിന് ജീവൻ ദാനം നൽകിയവൾ എന്നർത്ഥം. ഗംഗയുടെ ഗതി വീക്ഷിച്ചുകൊണ്ട് പരമശിവനും ലിംഗരൂപത്തിൽ അവിടെ സ്ഥാനം കൊണ്ടു. ജ്യോതിർലിംഗമായി ശിവചൈതന്യം കുടികൊള്ളുന്ന ഒരു ക്ഷേത്രവും പിന്നീട് അവിടെ ഉണ്ടായി. അതാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ത്രയംബക് ജ്യോതിർലിംഗ ക്ഷേത്രം. ആയതിനാൽ ആ സ്ഥലം ത്രയംബകേശ്വർ എന്നറിയപ്പെടുവാൻ തുടങ്ങി. ബ്രഹ്മഗിരി മലകളുടെ താഴ്വരയിലുള്ള ഈ ക്ഷേത്രത്തിൽ നിന്നാണ് പുണ്യനദിയായ ഗോദാവരി പിറക്കുന്നത്. ആ മഹാഋഷിയുടെ ദൗത്യം അതുകൊണ്ടും തീർന്നില്ല. ഗോദാവരിയുടെ ഉത്ഭവസ്ഥലത്തു നിന്നും അധിക ദൂരമുണ്ടായിരുന്നില്ല സിന്ധു സാഗരം എന്ന അറബിക്കടലിലേക്ക്. ഗോദാവരി അങ്ങോട്ടൊഴുകുവാൻ ആരംഭിച്ചപ്പോൾ മഹർഷി ഗൗതമൻ അത് തടഞ്ഞു. ഇനിയും ഒരുപാട് ഭൂപ്രദേശങ്ങളെ അവളുടെ സ്പർശനത്താൽ അനുഗ്രഹിക്കേണ്ടതുണ്ട് എന്ന് കണക്കുകൂട്ടിയ മഹർഷി ഏതാനും ദർഭപ്പുല്ലുകൾ കയ്യിലെടുത്തു. സിന്ധു സാഗരത്തെ ലക്ഷ്യമാക്കി നീങ്ങിയ ഗോദാവരിയെ അദ്ദേഹം ആ ദർഭപ്പുല്ലുകളാൽ ഗതി തിരിച്ച് കിഴക്കോട്ടൊഴുക്കി. ഗോദാവരി പൂർവ്വദിശയെ ലക്ഷ്യമാക്കി ഒഴുകുവാൻ തുടങ്ങി.
ഒരു പിടി കുശം കൊണ്ട് ഗൗതമ മഹർഷി ഗോദാവരിയുടെ ഗതി തിരിച്ചുവിട്ട ആ സ്ഥലം കുശാവർത്തം എന്നറിയപ്പെടുന്നു. കുശം എന്നാൽ ദർഭ. ഗോദാവരി കിഴക്കോട്ടൊഴുകി വംഗസാഗരത്തിൽ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ചെന്നു ചേരുന്നു. ഗോദാവരിയുടെ തീരത്തുള്ള പഞ്ചവടിയിലാണ് രാമനും ലക്ഷ്മണനും സീതയും വനവാസകാലത്ത് ആശ്രമം കെട്ടി താമസിച്ചിരുന്നതും.